സഖാക്കൾക്കെന്നും ആവേശം നൽകുന്ന പേര് കുഞ്ഞാലി. നിലമ്പൂരിൻ്റെ ആദ്യ MLA ആയിരുന്ന സഖാവ് കുഞ്ഞാലിയുടെ പേരിൽ അറിയപ്പെടുന്ന നാടാണിത്. TK കോളനി എന്ന കുഞ്ഞാലി കോളനി. ഈ കോളനിക്ക് കുഞ്ഞാലി കോളനി എന്ന പേര് വന്നതിന് പിന്നിലൊരു കഥയുണ്ട്. സഖാവ് കെട്ടിപ്പിടിച്ച് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ മറ്റേ ഓരോരുത്തർക്ക് 2 ഏക്കർ വീതം കൊടുത്തത്. ഇവരുടെ എസ്റ്റേറ്റ് സത്യമുറ എസ്റ്റേറ്റായി ലോകം മുഴുക്കുന്നു. അത് ആൾക്കാരിങ്ങനെ കയറി ഓരോന്നും ചെയ്തിട്ട് സഖാവുമായിട്ട് ഒരു ധാരണ എത്തിയിട്ട് തൊഴിലാളിയൊക്കെ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ തമ്മിലൊരു ധാരണ ഉണ്ടായിരുന്നു. ആ ധാരണ പുറത്തായി തൊഴിലാളികളെ കയറ്റിയിട്ട് ഇത് 2 ഏക്കർ വീതം എല്ലാവർക്കും കൊടുക്കുന്നത്. അന്നുള്ളവർ മിക്കവാറും കൂടി ഇല്ലിപ്പോൾ എല്ലാവരും വിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. പുതിയ ആൾക്കാരപ്പോൾ ഉള്ളത്. അങ്ങനെ കുഞ്ഞാലി കോളനി എന്നുള്ള പേര് പോലും. സഖാവ് കുഞ്ഞാലിയുടെ നാട്ടിൽ ഇടതുമുന്നണിയുടെ പ്രവർത്തകർ ആവേശം നിറഞ്ഞൊരു പ്രചാരണ ചൂടിലാണ്. എങ്ങനെ പോകുന്ന കാര്യങ്ങൾ? വലിയ ആവേശത്തിലാണ്. ജനങ്ങൾ ഒന്നടങ്കം സ്വരാജ് എന്ന സ്ഥാനാർത്ഥി ഏറ്റെടുത്തു കഴിഞ്ഞു. സ്ത്രീകളും കുട്ടികളും വലിയ ജനപിന്തുണയാണ് ഈ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സ്ഥാനാർത്ഥിയുടെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സഖാവ് കുഞ്ഞാലിയുടെ നാട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇവിടുത്തെ ജനങ്ങൾക്കില്ല. സഖാവ് കുഞ്ഞാലിൻ്റെ പേരുള്ള ഒരു നാട്ടിൽ താമസിക്കുന്നതിൽ പാർട്ടിക്കാരൻ നൽകി അഭിമാനമല്ലേ? സഖാവ് കുഞ്ഞാലിയുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരാളും കൂടിയാണ് ഞാൻ. 1968 കാലത്താണ് സഖാവ് കുഞ്ഞാലിയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശം 100-ലധികം കുടുംബങ്ങൾക്ക് ഭൂമി സഖാവ് കുഞ്ഞാലിയുടെ നേതൃത്വത്തിൽ ഇവിടെ പതിച്ചു കിട്ടിയത്. വീടില്ലാതെയും മണ്ണില്ലാതെയും അലഞ്ഞ ഒരു വിഭാഗം ജനവിഭാഗത്തെ മണ്ണിന് ഉടമകളാക്കിയ വളരെ ധീരനായ ഒരു സഖാവായിരുന്നു സഖാവ് കുഞ്ഞാലി. ഇവിടെ ഇലക്ഷൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? അപ്പോൾ ഈ ഇലക്ഷൻ പ്രവർത്തനം വളരെ ഊർജിതമായ രീതിയിലാണ് ഈ പ്രദേശം നടക്കുന്നത്. സഖാവ് കുഞ്ഞാലിയുടെ ഒരു പ്രദേശം എന്ന നിലയിൽ നിലമ്പൂരിനെ സംബന്ധിച്ചും ഈ പ്രദേശത്തെ ഇത് കുഞ്ഞാലി കോളനിയെ സംബന്ധിച്ചും സഖാവ് കുഞ്ഞാലിയുടെ പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റ് ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ സഖാവ് കുഞ്ഞാലിൻ്റെ നാട്ടിൽ ആർക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്? നമ്മൾ സ്വരാജിന് തന്നെ 100% സ്വരാജ് തന്നെ വിജയിക്കും. സ്വരാജ് അല്ലാതെ വേറൊരു സ്ഥാനാർത്ഥി ഇല്ല. ഇപ്പോൾ പല കള്ളങ്ങളും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പന്നിക്കണിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, കോൺഗ്രസ്സുകാർ തന്നെ കുടുങ്ങിയ മട്ട. ഹോസ്പിറ്റൽ റോഡ് വരെയാണ് ഉപരോധിച്ച് ഈ നാട്ടിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി കള്ളന്മാരുടെ ഒരു കോട്ടയായി മാറിയിരിക്കുകയാണ് UDF. സഖാവ് കുഞ്ഞാലിൻ്റെ നാട്ടിൽ CPM-ന് വേണ്ടി അല്ലെങ്കിൽ LDF-ന് വേണ്ടി വർക്ക് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര അഭിമാനം തന്നെ ഭയങ്കര അഭിമാനമാണ്. പിന്നെ സ്വരാജ് തന്നെയാണ് ഇവിടെ ഭൂരിപക്ഷത്തിൽ ജയിക്കും.